കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ഇന്ന് 33-ാം ദിനത്തിലാണ്. കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ ഇന്ന് മുനമ്പത്തെത്തും. കൊല്ലം രൂപത മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപ്പന്തലിലെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. മുനമ്പത്തേക്ക് BMS ഐക്യദാർഢ്യ മാർച്ചും നിശ്ചയിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. മുനമ്പത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു പിന്തുണയുമായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്ന് മുനമ്പത്തേക്ക് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ എത്തും. അതുപോലെ തന്നെ മേജർ രവിയും അവരെ അനയിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമരപ്പന്തലിൽ എത്തുമെന്നാണ് അറിയുന്നത്. അതുപോലെ കൊല്ലം രൂപതയിൽ നിന്ന് രൂപത അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സമരപ്പന്തൽ സന്ദർശിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മുനമ്പത്ത് നിരന്തരമായി വിവിധ സഭകളുടെ വിവിധ ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളുടേതുമായിട്ടുള്ള ആളുകൾ സന്ദർശനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെയാണ് നമ്മള് തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംപ്ലാനി മുനമ്പത്ത് സന്ദർശനം നടത്തിയത്. മുനമ്പം ജനതയോട് സർക്കാർ കാണിച്ചത് അങ്ങേയറ്റം നീതിലംഘനമാണെന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. മാത്രമല്ല, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും അത്തരത്തിലുള്ള നീക്കം ഒരു സർക്കാരിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ആ ഒരു പ്രവർത്തന രീതി നല്ലതല്ല എന്നുള്ള തരത്തിൽ ഇത് അദ്ദേഹം എടുത്തു പറയുകയുണ്ട്. നമ്മൾ വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ സർക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ മിണ്ടാതിരിക്കുന്ന മൗനം പാലിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നീതിപരമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം എന്നൊരു ജനത ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ. ശരി ആജ്ഞ, എന്തായാലും 33-ാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു എന്നുള്ളതാണ്. 31-ാം ദിവസത്തിലേക്ക് സമരം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ആളുകൾ പിന്തുണയുമായി എത്തുന്നു. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി സ്പെഷ്യൽ